ഹുവാവേ മേറ്റ് 70 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഹുവാവയുടെ മേറ്റ് 70 സീരീസിൽ 4 ഫോണുകൾ വരുന്നുണ്ട്. ഹുവാവേ മേറ്റ് 70, 70 പ്രോ, 70 പ്രോ പ്ലസ്, അതുപോലെ തന്നെ മേറ്റ് 70 RSഉം. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവേ മേറ്റ് 70 സീരീസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുവാവേ മേറ്റ് 70ൽ 6.7 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ബാക്കി ഫോണുകളിൽ കുറച്ചും കൂടി വലിയ 6.9 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന OLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ LTPO എന്നുള്ള ഫീച്ചറൊക്കെ ഈ 4 ഫോണുകളിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫോണുകളിൽ റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മേറ്റ് 70ൽ സിംഗിൾ പഞ്ച് ഹോളാണ് വരുന്നത്. ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ ഒരു പഞ്ച് ഹോൾ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബാക്കി ഫോണുകളിൽ ഡ്യുവൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് വലിയ പഞ്ച് ഹോളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു എക്സ്ട്രാ 3D ഡെപ്ത് സെൻസർ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഈ ഫോണുകളുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2500 നിറ്റ്സ് ആണ്. പക്ഷേ 70 RSൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 3500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന കുൺലൺ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഫോണുകളുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം 4 ഫോണുകളിലും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ഈ ഫോണുകളിൽ IP68, 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ച IP റേറ്റിംഗ് ഈ ഫോണുകളിൽ വരുന്നുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഇപ്പം ഹുവാവേക്ക് ഇപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ അല്ലെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഒന്നും പ്രോസസ്സർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ പ്രോസസ്സർ ഏതാണ് എന്ന് ഒഫീഷ്യലായിട്ട് പറയാത്തത്. കാരണം അവർ യൂസ് ചെയ്യുന്നത് കിരീൻ്റെ പ്രോസസ്സറാണ്. കിരീൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറിൻ്റെ അടുത്തെത്തുന്ന ഒരു പ്രോസസ്സറല്ല. അപ്പം പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മേറ്റ് 70 പ്രോയിൽ കിരീൻ 9100 എന്ന പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 70 പ്രോ പ്ലസിലും 70 RSലും കിരീൻ 9020 എന്ന പ്രോസസ്സറാണ് വരുന്നത് എന്നാണ്. എന്തായാലും കിരീൻ്റെ പ്രോസസ്സറാണ് ഇത്. സ്നാപ്ഡ്രാഗൺ 8L8 അല്ലെങ്കിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 9400 എന്നീ പ്രോസസ്സറുകളുടെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല. 5G സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 70ലും 70 പ്രോയിലും ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാം 512 GB ഇൻറ്റേർണൽ വെർഷനും 12 GB റാം 1 TB ഇൻറ്റേർണൽ വെർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 70 പ്രോ പ്ലസിലും 70 RSലും ബേസ് വേരിയൻറ്റിൽ 16 GB റാമും 512 GB ഇൻറ്റേർണലും തന്നെ വരുന്നുണ്ട്. അതുകൂടാതെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോണിൽ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളുടെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 4 ഫോണുകളിലും 50 മെഗാ പിക്സലിൻ്റെ വേരിയബിൾ അപ്പേർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. f1.4ൻ്റെയും അതുപോലെ തന്നെ 4.0യുടെയും ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 40 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേർച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്രോ പ്ലസിലും അതുപോലെ തന്നെ 70 RSലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ മേറ്റ് 70ൽ 12 മെഗാ പിക്സലിൻ്റെ f3.4 അപ്പേർച്ചറിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസാണ് വരുന്നത്. ഇതിൽ 5.5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSൻ്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ 70 പ്രോയിലും പ്രോ പ്ലസിലും അതുപോലെ തന്നെ 70 RSലും ഈ ഒരു 12 മെഗാ പിക്സൽ സെൻസറിന് പകരം ബെറ്റർ ആയിട്ടുള്ള 48 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. 4x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഫോണുകളുടെ ബാക്കിൽ വരുന്നുണ്ട് ഈ 4 ഫോണുകളിലും. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 ഫോണുകളിലും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 70 പ്രോയിലും പ്രോ പ്ലസിലും അതുപോലെ തന്നെ RSലും എക്സ്ട്രാ ആയിട്ട് ഒരു 3D ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ വളരെ മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻ ഈ ഫോണുകളിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ പൊതുവേ ഹുവാവയുടെ ഫോണുകളിൽ വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും കാണാറുണ്ട്. അപ്പം ഈ ഫോണുകളിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണുകളുടെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മേറ്റ് 70ൽ 5300 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 70 പ്രോയിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. ബാക്കി 2 ഫോണുകളിൽ 5700 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ 3 ഫോണുകളിലും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും 80 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിൽ മേറ്റ് 70 എന്നുള്ള സ്മാർട്ട് ഫോൺ ഏകദേശം 64,000 രൂപ പ്രൈസ് റേഞ്ചിലും 70 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ 75,700 രൂപ പ്രൈസ് റേഞ്ചിലും 70 പ്രോ പ്ലസ് 99,000 രൂപ പ്രൈസ് റേഞ്ചിലും അതുപോലെ തന്നെ 70 RS 1,39,700 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
അപ്പം അത്യാവശ്യം കൂടിയ പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെയാണ് ഈ ഫോണുകൾ വരുന്നത്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ല ഈ ഫോണുകളിൽ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ വളരെ മികച്ച ഫീച്ചേഴ്സാണ്. മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പം ഹുവാവയ്ക്ക് പല റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രോസസ്സർ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. എന്നാലും നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം ഗൂഗിളിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഹുവാവയിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ക്ലിക്ക് ആവാൻ ചാൻസ് ഇല്ല. പിന്നെ ഹുവാവെ ഇപ്പോൾ കുറച്ചായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. അപ്പം ഈ ഫോണും അതുപോലെ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് ഹുവാവെ മേറ്റ് 70 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.